ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഏവർക്കും എൻ്റെ വോയിസ് ഓഫ് യൂസഫ് എന്ന വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അനുഭവിച്ച ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ്. മാത്രമല്ല, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയും ഇതൊരു മെസ്സേജാണ്. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. ലൈക്കും കമൻറ്റിനെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വല്ലാതെ പെട്ടുപോകും. അതുകൊണ്ട് പറയുകയാണ്. അഥവാ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്നതാണ് ഇപ്പോൾ എൻ്റെ കുടുംബം. എൻ്റെ മകനും അവൻ്റെ ഭാര്യയും ഒക്കെ കൂടെ ഗൾഫിലാണ്. പിന്നെ കല്യാണം കഴിച്ച ആഴ്ച മക്കൾ എപ്പോഴെങ്കിലും മാത്രമേ വരാറുള്ളൂ. ഒരു 700-600 രൂപയുടെ ഒരു റേഞ്ചിലാണ് എൻ്റെ വീട്ടിലെ കറണ്ട് ഉപയോഗം ഉണ്ടായിരുന്നത്. അതാണ് ഈ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഒരു 7000 രൂപ കറണ്ട് ബില്ല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയും എൻ്റെ ഭാര്യയെ കുറെ ഞാൻ ശാസിക്കുകയും ഒക്കെ ചെയ്തു. അവർ പറഞ്ഞു, എന്താണ് നിങ്ങൾ എന്നെ ശാസിച്ചിട്ട് കാര്യം, എന്താണ് പ്രശ്നം, ഇത്രയും 7000 രൂപ വരുന്നതിന് എന്ത് കാരണമാണ് എന്ന് ആ റീഡിങ് എടുക്കാൻ വന്നവനുമായിട്ടും ഞാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ട്. നമ്മുടെ വീട്ടിൽ ഇതുവരെയും 700-600 റേഞ്ചിൻ്റെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കെ നമ്മൾക്ക് ഒരു 7000 വന്നാൽ നമ്മൾ സ്വാഭാവികമായും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കൽ സ്വാഭാവികമായും റീഡിങ് മാനോടാണ് കാണിക്കുക. ഞാൻ പറഞ്ഞു, എന്താണ് മനുഷ്യ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇത്രയൊന്നും കറണ്ട് ബില്ല് വരാനുള്ള സാധ്യതയില്ലല്ലോ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങൾ പോയി KSEBയിൽ പരാതി പറയൂ, നിങ്ങളൊരു പരാതി കൊടുക്കൂ. എന്തിനേറെ പറയണം, ഞാൻ പരാതി കൊടുത്തു. പരാതി കൊടുത്ത് അവർ 185 രൂപ അടച്ച് ഞാനൊരു അഡീഷണൽ മീറ്ററുമായി ഒരാൾ വന്നു. 4-5 ദിവസം അയാളത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മീറ്ററിന് യാതൊരു ഫാൾട്ടുമില്ല എന്ന് പറഞ്ഞ് അയാൾ പോയി. അപ്പോൾ KSEBയുടെ പങ്ക് കഴിഞ്ഞു. പിന്നീട് ഞാൻ വിളിച്ചു വരുത്തിയത് ഇലക്ട്രീഷ്യനെയാണ്. ആ ഇലക്ട്രീഷ്യൻ എല്ലായിടത്തും നോക്കി, ഫീസ് ഊരി അങ്ങോട്ട് നോക്കി, നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. പലതും പറഞ്ഞു. അയാൾ ഒരു വലിയ സംഖ്യ വാങ്ങി, അവിടെ ഓഫ് ചെയ്തു, ഇവിടെ ഓഫ് ചെയ്തു, എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന മാതിരിയൊക്കെ അയാൾ കാണിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു 500 രൂപ. ഞാൻ 500 രൂപയും കൊടുത്തു, ഈ 7000 വേറെ അടച്ചു കൊടുക്കുകയും ചെയ്തു. എന്തിനേറെ പറയണം, അതുകൊണ്ട് യാതൊരു ഫാൾട്ടും ഉണ്ടായില്ല. വയറിംഗ് മാൻ പറഞ്ഞു, ഇതിൽ വയറിങ്ങിന് യാതൊരു ഫാൾട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അയാളും തിരിച്ചു പോയി. എന്തിനേറെ പറയണം, എങ്ങനെയാണ് ഇതിൻ്റെ ഫാൾട്ടുകൾ കണ്ടെത്തുക, തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. അതോടൊപ്പം മീറ്ററിൽ വന്ന് നോക്കിയിട്ട് ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ, എന്തോ നിങ്ങളുടെ മീറ്ററിനാണ് തകരാറ് കാണുന്നത്, കാരണം കൂടുതൽ പൾസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് KSEBക്ക് കംപ്ലൈൻറ്റ് കൊടുത്ത് അവരൊരു മീറ്റർ വെച്ചത്. പക്ഷേ അപ്പോഴും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അപ്പോൾ KSEBയുടെ പങ്കാളിത്തം കഴിഞ്ഞു, ഇപ്പോൾ വയറിംഗ് മാൻ്റെ പങ്കാളിത്തം കഴിഞ്ഞു. ഞാൻ പിന്നീട് ഒരു പ്ലംബറെ കൊണ്ടുവന്നു. എവിടെയെങ്കിലും വെള്ളം ലീക്കായിട്ട് പോകുന്നുണ്ടോ, അതുകൊണ്ട് മോട്ടർ അടിയുന്ന ഒരു സംവിധാനം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? അയാൾ പറഞ്ഞു, നിങ്ങളുടെ മോട്ടറിനൊന്നും യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ പ്ലംബിങ്ങിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ, എവിടെയും ലീക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ലീക്കുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, എല്ലായിടത്തും നനഞ്ഞു കുതിർന്ന് മേലെയൊക്കെ വെള്ളമെടുക്കുന്നത് കാണാം. അങ്ങനെ അയാൾ പ്രത്യേക വാൾവുകളൊക്കെ പൂട്ടി, വാൾവുകളൊക്കെ ഓഫ് ചെയ്തു, അവിടെ പൂട്ടി ഇവിടെ പൂട്ടി. വന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, മോട്ടറിന് കുഴപ്പമില്ല, എവിടെയും ലീക്കില്ല. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി, ഈ സംഭവം തന്നെ ആവർത്തിക്കുന്നു. പിന്നീട് ഞാൻ ഇടയ്ക്കൊക്കെ മീറ്ററിൽ വന്ന് നോക്കും. മീറ്റർ ഇടയ്ക്കൊക്കെ വലിയ രീതിയിൽ അതിൻ്റെ പൾസ് എടുക്കുന്നത് കണ്ടു. എന്തു ചെയ്യാനാണ് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇലക്ട്രീഷ്യൻ്റെ പങ്കാളിത്തം കഴിഞ്ഞു, പ്ലംബറുടെ പങ്കാളിത്തം കഴിഞ്ഞു, KSEBയുടെ പങ്കാളിത്തം കഴിഞ്ഞു, വരുന്ന സുഹൃത്തുക്കളോടൊക്കെ പങ്കിടാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ നമ്മളൊരു പ്രശ്നം വന്നാൽ, എനിക്ക് ഇത്രയും വലിയ കറണ്ട് ബില്ല് വരുന്നതോ, എൻ്റെ മീറ്റർ കണ്ട പൾസ് എടുക്കുന്നു, അത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. മാത്രമല്ല, വീട്ടിലുള്ളത് ഒരു ഓട്ടോമാറ്റിക് മോട്ടറിന് വെക്കുന്ന ഓട്ടോമാറ്റിക് സ്വിച്ചാണ്. ആ സ്വിച്ചിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് കാണുന്ന നിങ്ങൾക്കറിയാം. വെള്ളം ഒരു പ്രത്യേക 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വീട്ടിലുള്ളത്. അപ്പോൾ ശരാശരി ഒരു 300-400 ലിറ്റർ വെള്ളം ഇതിൽ അവശേഷിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും മോട്ടർ അടിയും. അങ്ങനെ അത് നിറഞ്ഞ് ഉപയോഗം വീണ്ടും ആ 300-400 എത്തുമ്പോൾ, അഥവാ വാട്ടർ നില ഒരു പരുവത്തിലെത്തുമ്പോൾ വീണ്ടും അത് അടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഞാനിങ്ങനെ മോട്ടറിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ്.
എവിടെയാണ് ഇതിൻ്റെ ഫാൾട്ട്? ഈ കള്ളനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി ഞാൻ എന്തു ചെയ്യണം? ഈ 7000-ഉം 8000-ഉം പ്രതിമാസം കൊടുത്ത് യാതൊരു ഫാൾട്ടുമില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ എന്തൊരു ദുരിതമാണ്. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. ഈ കാലത്ത് വെറുതെ കൊണ്ടു കൊടുക്കുകയാണ്. എന്താണ് ഇനി അതിൻ്റെ അനന്തരഫലം? എല്ലാം കൂടെ ആലോചിച്ച് വളരെ നിസ്സംഗനായി ഞാൻ ഒരു ദിവസം അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അടുക്കളയിൽ തന്നെയാണ് മോട്ടോറുള്ളത്. അപ്പം ഞാനിങ്ങനെ മോട്ടോറിൻ്റെ സ്വിച്ചിലേക്ക് ശ്രദ്ധിച്ചു. അത് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വെള്ളം അടിയുന്ന മാതിരി എനിക്ക് തോന്നി. ഞാൻ ഈ തോന്നൽ എൻ്റെ ഭാര്യയോട് പങ്കിട്ടു. എല്ലാത്തിനും പ്രതിപക്ഷമായിട്ടുള്ള എതിരഭിപ്രായം പറയുന്ന ഭാര്യ പ്രതികരിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ, എപ്പോഴും നിങ്ങൾക്ക് ഓരോ തോന്നലാണ് എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് യാതൊരു ഗൗരവവും തന്നില്ല. എന്തിനേറെ പറയണം, ഞാൻ വീണ്ടും ഇലക്ട്രീഷ്യൻ്റെ അടുക്കലേക്കും KSEBിയിലേക്കും വീണ്ടും പോയി അവരോട് സംശയങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് KSEBിയിൽ നിന്നുള്ള ഓഫീസിൽ നിന്ന് സാധാരണ ആശ്വാസവാക്കുകൾ കിട്ടുമോ? ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ഒന്നും കൂടെ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ വയറിങ്ങിൽ എവിടെയോ ഫാൾട്ട് ഉണ്ടാകും. അത് രണ്ടാമത് റീവയറിങ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ യാതൊരു ഫലവും കിട്ടിയില്ല. എന്തിനേറെ പറയണം, ആ ഭക്ഷണം അന്ന് കഴിച്ചത് സ്വാഭാവികമായും അടുക്കളയിൽ നിന്നായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത് ഡൈനിങ് ടേബിളിൽ വന്നിട്ടോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ വന്നിട്ടോ ആണ്. അപ്പോൾ അന്നേ ദിവസം ഞാൻ അടുക്കളയിൽ നിസ്സംഗനായി നോക്കി. ഈ സങ്കടത്തിന് പ്രതിപക്ഷമായ ഭാര്യയുടെ വാക്ക് കേട്ട് ആലോചിച്ച് നോക്കണം. നിരാശനായി ഞാനിങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഞാനൊന്ന് കണ്ണു പതിപ്പിച്ചു ഈ ഓട്ടോമാറ്റിക് മോട്ടോർ സ്വിച്ചിലേക്ക്. അപ്പോഴാണ് കണ്ടത് സത്യം. എന്താ ആ സത്യമാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കേവലം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 50-55 മിനിറ്റിൽ ഓരോ പ്രാവശ്യവും ഈ മോട്ടോർ അടിയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ വിവരം വൈഫിനോട് പറഞ്ഞെങ്കിലും അവൾ സ്വതസിദ്ധമായ രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞു. എന്തിനേറെ പറയണം, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. മോട്ടോർ അടിയുന്നുണ്ട്, വെള്ളം എവിടെയാണ് ലീക്കാവുക? വീണ്ടും ഞാൻ പ്ലംബറുടെ അടുക്കലേക്ക് ഓടി. പ്ലംബർ പറഞ്ഞു, യൂസുഫാക്ക, നിങ്ങൾക്ക് വെറുതെയെങ്കിലും ഈ തോന്നൽ, നിങ്ങളെ ഓരോ ഈ അക്കാശക്കുകൾ, നിങ്ങളുടെ ഈ തോന്നൽ നിർത്തണം. അപ്പോൾ ഞാൻ നിരാശിതനും അപമാനിതനുമായി റിട്ടേൺ ചെയ്തു, മടങ്ങി. പക്ഷേ എൻ്റെ പ്രശ്നമാണല്ലോ, ഈ കള്ളനെ കണ്ടുപിടിച്ചിട്ടേ ഇന്ന് ഞാൻ അടങ്ങൂ എന്ന വാശിയിൽ ഞാൻ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. എവിടെയും വെള്ളം ലീക്കൊന്നും കാണുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ വെള്ളം ടാങ്കിൽ കാലിയാകുന്നുണ്ട്. ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഞാൻ ക്ലോസറ്റിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഓരോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ ആരും കാണാതെ കിടക്കണ ഈ ഭാഗത്ത് നിന്നാണ് സ്വാഭാവികമായിട്ടും ലീക്ക് കണ്ടെത്തിയത്. ഒരു ക്ലോസറ്റിൽ നിന്ന് അതിശക്തമായിട്ട് ഈ ഭാഗത്ത് കൂടെ ക്ലോസറ്റിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഈ സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ആർക്കും കണ്ടെത്താൻ ഈ പറയുന്ന പ്ലംബർക്ക് കഴിഞ്ഞില്ല, ഇലക്ട്രീഷ്യന് കഴിഞ്ഞില്ല, കുറുപ്പിന് കഴിഞ്ഞില്ല, വേറെ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 മണിക്കൂർ ഇടവിട്ട് മോട്ടോർ അടിയുന്ന കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവരെയൊക്കെ കൊണ്ടുവന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവം. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ലീക്കുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. പക്ഷേ ടാങ്കിലെ വെള്ളം മുഴുവൻ കാലിയാകുന്നത് നമ്മൾ അറിയുകയുമില്ല. അത്ര എളുപ്പത്തിലാണ് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇത് ചെറിയ ലീക്കല്ല, വലിയ ലീക്കായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണല്ലോ 2 മണിക്കൂർ കൂടുമ്പോൾ മുഴുവനും 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കാലിയാവുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള നഷ്ടത്തിലും എന്താ സംഭവിക്കുന്നത് എന്നിങ്ങനെ വന്ന് നോക്കി. ആലോചിച്ച് നോക്കണം. അപ്പോഴും ഭാര്യയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള ചില രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് ഇങ്ങനെ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ അതൊന്നും നോക്കിയില്ല. ഞാൻ ഓരോ ക്ലോസറ്റിലും ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു ക്ലോസറ്റിൽ നിന്ന് കള എന്ന ശബ്ദാരവം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ രംഗം. അതാണ് ആ ക്ലോസറ്റിൻ്റെ ബാക്കിൽ നിന്ന്, അഥവാ ആരും കാണാത്ത ഒരു ബാക്കുണ്ട്, അഥവാ ഫ്ലഷ് ടാങ്ക് നമ്മൾ വെച്ചിട്ടുള്ള ആ ഫ്ലഷ് ടാങ്കിൻ്റെ സൈഡിൽ നിന്ന്, അഥവാ ക്ലോസറ്റിൻ്റെ ഒരു ഭാഗത്തോട് ചേർന്ന്, പിൻഭാഗത്തോട്, ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഭാഗത്തോട് ചേർന്ന് വെള്ളം പിന്നെ അതിശക്തിമത്തായ രീതിയിൽ ലീക്കാണ്. പക്ഷേ അതൊന്നും പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവൂല. വലിയ സ്പീഡിലോടുകൂടെ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കള്ളൻ എന്ന് എനിക്ക് ബോധ്യമായി. ഉടനെ തന്നെ ഞാൻ ആ വാൾവ് പൂട്ടിയിട്ടു.
എന്നിട്ടൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പോഴതാ യാതൊരു പ്രശ്നവുമില്ല, സാധാ പോലെ തന്നെ മോട്ടറൊന്നും അടിയൊന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ പ്ലംബറുടെ അടുക്കൽ ഞാൻ പോയില്ല. അപമാനിതനാക്കിക്കൊണ്ടിരിക്കുന്ന വേറെ ഒരുത്തനെ വിളിച്ചു കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ അവന് മുമ്പിൽ കാണിച്ചു. മാത്രമല്ല ഇപ്പം ലഘുവായ രീതിയിലുള്ള ഫ്ലഷ് ടാങ്കുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്ലംബറുടെയും ഇലക്ട്രീഷ്യൻ്റെയും അപമാനം കേൾക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നാൽ പോലും നമ്മൾക്കൊന്നും ശരിയാക്കാൻ പറ്റാത്ത വണ്ണം ഇത് എന്താ പറയുക, ഇവർ കൺസീൽഡ് മാതിരി ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് സ്വന്തമായിട്ട് അഴിച്ച് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വേറെ ഒരു പ്ലംബറെ പൊക്കിക്കൊണ്ടുവന്ന് അവനോട് കാര്യം പറഞ്ഞെങ്കിലും ആദ്യമൊക്കെ അവരും നിങ്ങളുടെ അക്കാശക്കായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആട്ടിക്കളഞ്ഞ് കൂടെ ഭാര്യയുടെ സഹകരണത്തോടു കൂടെ അവൻ കൂടുതൽ ഇത് വെറുതെയാണ് യൂസുഫാക്ക, നിങ്ങളുടെ അക്കാശക്കാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ കയ്യാടെ പിടികൂടി കൊണ്ടുവന്നു. ഈ കാര്യം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി അത്ഭുതത്തോടെ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ലീക്കുണ്ടല്ലോ, ഇത് വല്ലാത്ത ലീക്കാണ്. അപ്പോൾ അവൻ ആ കൺസീൽഡ് ചെയ്ത ആ ഫ്ലഷ് ടാങ്ക് തുറന്നു നോക്കി അത് എടുത്തു നോക്കിയപ്പോൾ അതിൽ ഒരു വലിയ കരട് കുടുങ്ങി കിടക്കുകയാണ്. ആ കരട് കുടുങ്ങിയതിൻ്റെ ഫലമായി കടന്നു വന്ന അതിശക്തമായ ഒരു ലീക്കായിരുന്നു അത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, കഴിയും വരെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വ്ളോഗുകൾ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.